അച്ഛനും ഇളയ മോനും തന്ന സമ്മാനോ രണ്ടുപേരും പിടിച്ചു വെച്ചടിച്ചത് ആണ്. രണ്ടുപേരും പിടിച്ചു വെച്ചടിച്ചതാ. മാലയും പൊട്ടി ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ. അടിയും കൊടുത്ത് പറഞ്ഞു വിടണമായിരുന്നു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളോട് കയറി. ഇനി മേല അവള് ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പറ്റില്ല. നീയും കയറണ്ട. നീ എവിടെയാന്ന് വെച്ചോ താമസിച്ചോ. ഇനി മേല നിനക്ക് ചടയമംഗലത്ത് ഇവിടെ. എന്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാ വീഡിയോ എടുത്ത്. എനിക്ക് കണ്ടന്റ് ആക്കാരുത്, എനിക്ക് എന്ന് ആക്കാരുത്. അത്രയും സഹിച്ചു പോട്ടെ എന്ന് വിചാരിച്ചില്ല ഈ ഒരു സ്റ്റേജ് വരെ എത്തിയത്. നിങ്ങൾ കണ്ടല്ലോ 7-ാം മാസം ഞാൻ പോയപ്പോ കരയുന്നത് പോലെ അഭിനയിച്ചത്. എന്നിട്ട് ഇതിപ്പോ ചോദിക്കുക 7-ാം മാസം കഴിഞ്ഞ പെണ്ണ് അവിടെ ഇരിക്കണ്ട, എന്തിനാ അവൾ ഇവിടെ വന്നത്? ഞാൻ വഴക്കുണ്ടാക്കാൻ വേണ്ടി വന്നത്, വീഡിയോ എടുക്കാനും പ്രൊമോഷൻ എടുക്കാനും എല്ലാത്തിനും കൂടെ വന്നത്. അത് അവനൊന്നും അറിയണ്ട. എല്ലാ കാര്യങ്ങളും ഏട്ടനെ നോക്കുന്നത്. ഞങ്ങൾ എടുക്കും. നിങ്ങൾ കളിയാക്കുമല്ലോ മൃദുല ചേച്ചി വന്ന് പ്രൊമോഷനെ കൊണ്ട് വന്നത്. എന്നാൽ എല്ലാം അതിന് കിട്ടുന്നതിനെല്ലാം നേരെ പാതി അവനാ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫാമിലി ബ്ലോഗിന് പിന്നിൽ ഇത്രമാത്രം അഭിനയം ആവശ്യമാണ് എന്നൊരു കാര്യം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഈ ഒരു പ്രശ്നം ഇങ്ങനെ നടക്കുന്നുണ്ട്. പ്രവീൺ ഒരു വീഡിയോ ഇടുന്നു, പ്രണവ് വേറൊരു വീഡിയോ ഇടുന്നു, അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഞാൻ വിചാരിച്ചിരുന്നത് ചിലപ്പോൾ എന്തെങ്കിലും സൗന്ദര്യപ്പിണക്കങ്ങളായിരിക്കാം. ഒരു കുടുംബത്തിൽ പലതരത്തിലുള്ള ആളുകളാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെറിയ ചെറിയ പിണക്കങ്ങളോ പരിഭവങ്ങളോ ആയിരിക്കാം. പക്ഷെ ഇത്രമാത്രം വലിയൊരു ഹറാസ്മെൻ്റ് ആണ് ഇവർ രണ്ടുപേരും അവരുടെ വീട്ടിൽ അനുഭവിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ഹാപ്പി ആയിട്ടുള്ള, അത്രയും അടിപൊളിയായിട്ടുള്ള വീഡിയോസാണ് ഇവരുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ വീഡിയോസിൽ കാണിക്കുന്ന ഈ വ്യക്തികളെയൊക്കെ പറ്റി ഇപ്പോൾ അവരുടെ അമ്മയാണെങ്കിലും അവരുടെ അച്ഛനാണെങ്കിലും അനിയനാണെങ്കിലും ഒക്കെ ഞാനത് കാണുമ്പോൾ ധരിച്ചു വെച്ചുകൊണ്ടിരുന്നത് ഇവരത്ര അടിപൊളിയാണ്. ഇവരുടെ ഈ വ്ളോഗ് കാണുന്ന പല ആളുകളും അതിനകത്ത് കമൻ്റായിട്ടും മറ്റുമായിട്ട് അവരുടെ അടുത്ത് പറയാറുണ്ട്, ഓ നിങ്ങളുടെ ലൈഫ് കാണുമ്പോൾ കൊതിയാവണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഇതായിരുന്നു ഇവരുടെ ലൈഫ്. ഈ ലൈഫിനെയാണോ കുറേ അധികം പേരോ കൊതിയാവണം എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നത്? പക്ഷെ ഇതൊന്നും അല്ല നമ്മൾ സംസാരിക്കേണ്ടത്. ഈ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൃദുല ഇത്രയും ഹറാസ്മെൻറ്റ് അവരുടെ വീട്ടിൽ സഹിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാൽ ഇവർ പ്രഗ്നൻ്റ് ആയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് അവിടെ കരയുന്നു, വീഡിയോ എടുക്കുന്നു, എന്തൊക്കെയായിരുന്നു. അപ്പം അതൊക്കെ വെറും അഭിനയമായിരുന്നു. ഇന്ന് ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആ ഒരു വീഡിയോക്കിടത്ത് കാണുമ്പോൾ എത്ര ബ്യൂട്ടിഫുള്ളായിട്ട് അഭിനയിച്ച് വെച്ചിരിക്കുന്നു എന്ന് തന്നെ തോന്നുന്നു. എന്താണിത്? ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ? ഇങ്ങനെ ഒരു മനുഷ്യന് അഭിനയിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഈ പ്രവീണിൻ്റെയും മൃദുലയുടെയും കയ്യിൽ അവർ അനുഭവിച്ച കാര്യങ്ങളുടെ ആ വീഡിയോസും ആ വോയിസ് ക്ലിപ്പുകളും കാര്യങ്ങളും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരാൾ പോലും ഇവരെ വിശ്വസിക്കില്ലായിരുന്നു. പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇവരായിട്ട് ആ കുടുംബത്തിൽ നിന്ന് മാറിയതാണ് എന്നുള്ളത് തന്നെ അവർ വിശ്വസിച്ചേനെ. എല്ലാ ആളുകളും അങ്ങനെ തന്നെ വിശ്വസിക്കുമായിരുന്നു. കാരണം അമ്മാതിരി ഒരു നാടകമാണ് പ്രണവിൻ്റെ പുതിയ ചാനലിലൂടെ അവർ അമ്മയും അച്ഛനും പ്രണവും കൂടെ ഒരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലൊരു നാടകമാണ്, അടിപൊളി ഒരു നാടകം, കാണേണ്ട തന്നെയാണ്. കാരണം അത് കണ്ടെന്ന് ആരും പറഞ്ഞു പോകും പ്രവീണിൻ്റെയും മൃദുലയുടെയും ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ തോന്നിയത് ഈ ഒരു കുട്ടി മൃദുല എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഇത്രമാത്രം ഹറാസ്മെൻറ്റ് സഹിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിക്ക് മുമ്പ് എന്തായിരിക്കും എന്നുള്ളത് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എന്തിന് ഇത്രമാത്രം സഹിച്ചു നിന്നു എന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. കാരണം ഇതൊക്കെ വേരിലേ നുള്ളേണ്ട കാര്യങ്ങളായിരുന്നു. ഇവരുടെ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഇതൊക്കെ കാണുന്ന ഏതൊരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇതുപോലുള്ള ഹറാസ്മെൻറ്റുകൾ നിങ്ങൾ സഹിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതൊക്കെ ഞൊടിയിലേ അങ്ങ് നുള്ളിക്കളഞ്ഞേക്കുക. ഇതൊന്നും സഹിച്ച് നിൽക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവും ഈ ലോകത്ത് ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. സത്യത്തിൽ ഇവരുടെ കയ്യിൽ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ എല്ലാ ആളുകളും പറഞ്ഞേനെ കയറി വന്ന പെണ്ണാണ് ഈ ഒരു കുടുംബം രണ്ടാക്കിയത് എന്നുള്ളത്. അങ്ങനെ ഒരു കീഴ്വഴക്കാണല്ലോ നമ്മുടെ സമൂഹത്തിനുള്ളത്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഇവരെ ക്രൂശിച്ചേനെ. പക്ഷേ ഇതിപ്പോൾ ഇവരുടെ കയ്യിൽ ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടും അതെല്ലാം ആളുകൾക്ക് കൺവിൻസിങ് ആയതുകൊണ്ടും മാത്രമാണ് ഇന്നിവരെ സപ്പോർട്ട് ചെയ്യുന്നത്.
കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ വന്നിട്ട് പോസിറ്റീവായിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ടാക്കിക്കൂടെ, ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്കൊക്കെ സ്വന്തമായിട്ടുള്ള പോസിറ്റീവ് കണ്ടന്റ്സുകൾ കൊടുത്തുകൂടെ ആളുകൾക്ക് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ പ്രവീണും മൃദുലയൊക്കെ പോസിറ്റീവ് കണ്ടന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന ആളുകൾ തന്നെയായിരുന്നു. അവരുടെ വീഡിയോസ് കണ്ട് ഒരുപാട് പേര് പോസിറ്റീവും ഹാപ്പിയും ഒക്കെ ആവുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഹൈൻഡ് ദ സീൻസിൽ ഇത്രമാത്രം ഹറാസ്മെൻറ്റുകൾ സഹിച്ചുകൊണ്ട് നമ്മൾ ഈ നാട്ടുകാർക്ക് പോസിറ്റിവിറ്റി കൊടുത്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ?